കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ഞാൻ വിചാരിച്ചു നിങ്ങൾ രാജ്യത്തൊരു ബേണിംഗ് ഇഷ്യൂവിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് എന്നെ കാണാൻ വന്നതെന്നാണ് ധരിച്ചത്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി ഈ 20-ാം തീയതി ആരംഭിച്ച പാർലമെൻറ്റ് ഒരു ദിവസം പോലും സമ്മേളിക്കാൻ അനുവദിച്ചിട്ടില്ല. മാത്രമല്ല ഇന്ന് വളരെ ക്രൂഷ്യലായ ഒരു ദിവസമാണ്. കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവരുടെ മാതാപിതാക്കന്മാരോടൊപ്പം ഡൽഹിയിൽ ജന്തർ മന്ദറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു അൾട്ടിമേറ്റം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ. ആ അൾട്ടിമേറ്റം എന്ന് പറയുന്നത് ഇന്ന് 2 മണിക്കകത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയോ അദ്ദേഹത്തെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തില്ലെങ്കിൽ പിന്നെ സമരം പ്രധാനമന്ത്രിക്കെതിരെയായി മാറും. പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടും. ഇന്ന് മോഹൻ ഭഗവത് പോലും പ്രധാനമന്ത്രിക്കെതിരെ ഇൻഡയറക്റ്റായി അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിനായി ആകെ നമ്മൾ ചിലവാക്കുന്നത് 1.4 ലക്ഷം കോടി രൂപയാണ്. പക്ഷേ ഈ വിദ്യാർത്ഥികൾ നീറ്റിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്ന പൈസ 1.3 ലക്ഷം കോടി രൂപയാണ്. ഇത്ര ഗുരുതരമായ ഒരു അഴിമതി രാജ്യത്ത് നടന്നിട്ട് 154 ചോദ്യക്കടലാസ് ചോർന്നിട്ട് പലരും 28 ലക്ഷം, 20 ലക്ഷം, 15 ലക്ഷം, 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ ചോദ്യപേപ്പർ വാങ്ങിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കേണ്ട ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, അതുപോലെ മറ്റ് വിവിധ മേഖലയിൽ പ്രവർത്തിക്കേണ്ടവരെ ഇങ്ങനെ വ്യാജമായി സൃഷ്ടിക്കുന്ന ഒരു നടപടിയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ വന്നിരിക്കുന്നത്. ഇതിനെ പ്രധാനമന്ത്രി നിസ്സാരവൽക്കരിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ജാലിയൻ വാല ബാഗിൽ ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ചത്. നമുക്കറിയാം, പെല്ലറ്റ് ഗണ്ണുമുണ്ട്, അതുപോലെ ഇലക്ട്രിക് ബാറ്റുമുണ്ട്, അതുപോലെ ആണിതറച്ച ലാത്തി കൊണ്ടാണ് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത്. ഒരു പെൺകുട്ടി മരണവുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഒരാളിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്ര ഗുരുതരമായ ഒരു സംഭവവികാസം ഉണ്ടായിട്ട് പ്രധാനമന്ത്രി ദുരഭിമാനം വെടിഞ്ഞ് അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കി ഈ വിദ്യാർത്ഥികളുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഭാവി സുരക്ഷിതമാക്കണമെന്നാണ് ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീ പ്രിയങ്ക ഗാന്ധിയുടെയും അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ MP-മാർ പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ ഒരു സമരം നടത്തുകയുണ്ടായി. ആ സമരത്തിൽ രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന രംഗം, അതുപോലെ തന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന രംഗം, ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന രംഗം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പോലും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൽ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം സാധ്യമാകുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഓഗസ്റ്റ് 13 വരെ നടക്കുന്ന പാർലമെൻറ്റ് സമ്മേളനം തുടർന്ന് നടത്താൻ കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല, ഇന്ത്യ മുന്നണി അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിന് പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും. കാസർഗോഡേക്ക് വന്നാൽ കാസർഗോഡ് ഇപ്പോഴുള്ള വിവാദത്തിൽ എന്താണ് MPയുടെ മറുപടി? ഞാൻ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ കാസർഗോട്ടെ ചാനലുകാർ റിപ്പോർട്ട് ചെയ്ത വിവരം ഞാൻ അറിഞ്ഞത്. അത് വാസ്തവമാണെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്, അതൊരു ക്രിമിനൽ ഒഫൻസാണ്. കാരണം ഇലക്ഷൻ അട്ടിമറിക്കാൻ, പിന്നെ ഇലക്ട്രോണിക് മെഷീൻ ഹാക്ക് ചെയ്ത് പിന്നെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞത് കേവലം നിസ്സാരവൽക്കരിക്കേണ്ട, ഇത് കോൺഗ്രസിൻ്റെ വേദികളിലോ UDFിൻ്റെ വേദികളിലോ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയ ഹീനമായ ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇത് വാസ്തവമാണെങ്കിൽ, അതല്ല വ്യക്തികളെ അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണെങ്കിൽ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നവരെ ശിക്ഷിക്കേണ്ട ഒരു നടപടി കൂടിയുണ്ട്. കാര്യം വ്യക്തിഹത്യ ഒരിക്കലും ആർക്കും ഭൂഷണമല്ല. ഇവിടെ ഇന്നലെ നിങ്ങൾ കൊടുത്ത വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണോ അവർ തിങ്കളാഴ്ച
കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇവിടെ വരുന്നു, അദ്ദേഹത്തിന് രേഖാമൂലം പരാതി കൊടുക്കണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. കാരണം ഇനി ഒരിക്കലും ഈ സംഭവം കേരളത്തിൽ ഒരിടത്തും ആവർത്തിക്കാൻ പാടില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ തിങ്കളാഴ്ച രേഖാമൂലം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കും. കാരണം ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കണം. കാരണം ഈ പറയപ്പെടുന്ന വാർത്ത യാഥാർത്ഥ്യമാണെങ്കിൽ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ക്രിമിനൽ ഒഫൻസിൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്, മാത്രമല്ല ആരെയൊക്കെയാണ് ചെയ്യിപ്പത്. അപ്പോൾ MLA-മാരെ സമീപിച്ചു എന്നാണ് വാർത്ത. അങ്ങനെയാണെങ്കിൽ MLA-മാർ മൊഴി കൊടുക്കട്ടെ. ഏതൊക്കെ MLA-മാരെയാണ് സമീപിച്ചത്, അവർ മൊഴി കൊടുക്കണ്ടേ? ആരൊക്കെയാണ് സമീപിച്ചത്, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്കറിയണം. കാരണം ഇത് ജനാധിപത്യം അട്ടിമറിക്കാൻ നടത്തിയ ഒരു ശ്രമമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത്തരം ശ്രമങ്ങളെ ഒരു ജനാധിപത്യ രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. അത് കോൺഗ്രസ് ആയാലും ആരായാലും എത്ര ഉന്നതനായാലും ഈ പറയപ്പെടുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ ആ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കണം, കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരണം, അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. മാത്രമല്ല മേലാൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കാസർഗോട്ടെന്നല്ല ഒരിടത്തും ആവർത്തിക്കാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ ഇത്തരം അട്ടിമറികളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ആരെയൊക്കെയാണ് ഈ പറയപ്പെടുന്ന വ്യക്തി സമീപിച്ചത്, അവർ രേഖാമൂലം പരാതി ഹോം മിനിസ്റ്റർ കൊടുക്കണം, പോലീസിന് കൊടുക്കണം. കൊടുത്തിട്ട് ഇത് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഇത് ചാനലിനും പത്രത്തിനും കൊടുത്തൊരു വാർത്തയാക്കി ചില ആളുകളെ ബോധപൂർവം അപമാനിക്കാനും അവഹേളിക്കാനുമാണ് ചിലരുടെ നീക്കമെങ്കിൽ അതിനെതിരെയും കർശനമായ നടപടി വേണ്ടിവരും.